പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഇന്ന് ചോറ് വെച്ചു, പിന്നെ മോന് സോയാബീൻ കറി ഉണ്ടാക്കി, എന്നിട്ട് തൈര് ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് അവൻ സ്കൂളിലേക്ക് പോയി. അതാണ് സ്കൂളിലേക്ക് കൊണ്ടായിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. സംക്രാന്തിക്ക് വൃത്തിയാക്കിയിട്ടില്ല. സംക്രാന്തിക്കല്ല, ഫ്രിഡ്ജ് അഴുക്കാകുമ്പോ വൃത്തിയാക്കലുണ്ട് കേട്ടോ. പച്ചക്കറി ഞാനേ മറ്റേ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടില് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഈ പച്ചക്കറികളൊക്കെ ഇപ്പൊ ഞാൻ കവറിലാക്കിട്ടാ വെക്കുക. അപ്പൊ അതിന് വേണ്ടിട്ട് ബോക്സുകൾ ഓർഡർ ചെയ്തില്ല. എന്നിട്ടന്ന് ഞാനല്ല നന്ദേട്ടനായിട്ട് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഫ്രിഡ്ജൊക്കെ ഇപ്പൊ നീറ്റായി. അപ്പൊ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കല് കഴിഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഒരു 12:30 ആകുമ്പോ അമ്പലത്തിലേക്ക് പോയി പ്രസാദ കൂട്ടിന് വേണ്ടിയിട്ട്. 12:30-ക്കല്ല പോയത്, 1 മണി ആവാറായിരിക്കുന്നു. കാരണം അപ്പോഴേക്കും മഴ പെയ്തു. അപ്പൊ അവിടെ അങ്ങനെ ഇരിക്കായിരുന്നു. എന്നിട്ട് നല്ല അടിപൊളി സദ്യ ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന്, പിന്നെ അരി അരയ്ക്കാണ്ടായിരുന്നു, അരി അരച്ചു. അപ്പൊ രാവിലെ കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ. ഒരു 1/2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയോ? അന്ന് കുറച്ച് ചക്ക വരട്ടുക എന്ന് പറയാൻ പറ്റില്ല, വേവിച്ച് വെക്കാന്ന് പറയാം. വരട്ടുക നെയ്യൊക്കെ ഇട്ടിട്ട് നന്നായി മുറുക്കിയിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പാകാക്കിയിട്ട് നെയ്യില്ലാണ്ട് വെറുതെ അങ്ങനെ നന്നായിട്ട് 2-3 ദിവസം അങ്ങനെ അടുപ്പിച്ച് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് അട ഉണ്ടാക്കിയിരുന്നു കുരുമുളകിന്റെ ഇലയില്. അത് കഴിഞ്ഞു. അപ്പൊ പിന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഇനി അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലേ നാശാവുള്ളൂ. കാരണം നന്നാക്കി വരട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ അത് എടുത്തു. അതൊരു ഇത്ര ഉണ്ടായിരുന്നു, ഒരു 2 സ്പൂൺ. അതും ഇതിലിട്ടിട്ടുണ്ട് അരിയില്. പിന്നെ എന്താ പറയാ, ലേശം ശർക്കര, പിന്നെന്താ ഒരു നുള്ള് ജീരകം, ഏലക്കായ. വെപ്രാളം കൊണ്ട് ചിലപ്പോ വർത്തമാനം പറയലും പ്രശ്നമാവും കേട്ടോ. ആക്കണെങ്കിൽ ഇതാ നാളികേരക്കൊത്തുണ്ട്, അത് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് ഇതിലിടണം. ഇത് അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇല്ല അവിടെ. എന്നിട്ട് വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞങ്ങക്ക് ഈ ഇരുമ്പിന്റെ ചട്ടി കിട്ടാനില്ല. എന്നിട്ടാ ഇരുമ്പിന്റെ ചട്ടി കിട്ടാല്, പണ്ടത്തെ ചട്ടിയില്ലേ ഇരുമ്പിന്റെ. അപ്പൊ അത് എവിടെങ്കിലും കണ്ടിട്ട് വേണം വാങ്ങാച്ചിട്ടാ. ചീഞ്ചട്ടിയിലുള്ള അപ്പത്തിന് എന്താ പറയാ, ചീഞ്ചട്ടി അപ്പം. ഈ ചീഞ്ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞങ്ങൾ അപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ണിയപ്പൊക്കെ കഴിക്കാൻ തോന്നിയ ഒരു പാക്കറ്റ് അതൊക്കെ വാങ്ങിട്ട് വരും, അതാണ് കഴിക്കും. വെറുതെ ഈ മോതൊന്നും കഴിക്കില്ല. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെറുതെ ആ എണ്ണയൊക്കെ വേസ്റ്റ് ആവില്ല. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നിപ്പോ ഈ ചക്കളുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ രാവിലെ അല്ല, ഞാനൊരു 12 മണിയാകുമ്പോ അരച്ച് വെച്ചിട്ടുള്ളത് അത്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കൊണ്ട് പൊന്തി വന്നിരിക്കണം. ചക്കയാണെങ്കിൽ നല്ല മധുരം ഉണ്ട്. അതുകൊണ്ട് ശർക്കരയും അധികം ഇട്ടിട്ടില്ല. ലേശം ഒരു പൊട്ട് ശർക്കര ഇട്ടിട്ടുള്ളൂ. സദ്യക്ക് അവിയല്, ഓലൻ, പിന്നെ നാരങ്ങ, പുളിയഞ്ചല്ല, ഉപ്പേരി. ആരുടെ വകയിൽ തോന്നുന്നില്ല സദ്യ. അപ്പൊ ഞാൻ ഇവിടെ കൂട്ടാനൊന്നും വെച്ചിട്ടില്ല. മോൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും തക്കാളി ചോറ ഉണ്ടാക്കിയത്. അപ്പൊ അവന് ഇനി വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടതാ സബോള, പുളി, ലേശം ഉപ്പ്, ഒരു പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഉടച്ചു കൊടുക്കും. ഇനി ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പൊ അടിപൊളി. നല്ല ഇഷ്ടമാണ് അവന് അങ്ങനത്തെ ചമ്മന്തി. അതും ഓംലേറ്റും ഉണ്ടാക്കണതാ. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ രണ്ടാളും ഉച്ചയ്ക്ക് അവിടെ പോയിട്ട് കഴിച്ചു. അപ്പൊ പിന്നെ ഉച്ചയ്ക്കൊന്നും ആരും കഴിക്കാനില്ല. പിന്നെ ഈ വൈകുന്നേരത്തിനായിട്ട് ഇനി കൂട്ടാനൊന്നും വയ്ക്കണില്ല വെച്ചിട്ടാ. നന്ദേട്ടൻ ഇനിയിപ്പൊ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചായയും കുടിച്ചൊന്നും കഴിക്കില്ലല്ലോ എന്നിട്ടാ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. മോനും പിന്നെ കൂട്ടാൻ നിർബന്ധമില്ല. അപ്പൊ മുട്ട വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്ക. നാളെ ഇപ്പൊ സ്കൂളിൽ ലീവും അല്ലേ. ചീഞ്ചട്ടി ഇരുമ്പിന്റെ ചട്ടി ഉണ്ട്, അത് ആകെ തുരുമ്പ് പിടിച്ചിട്ടായിരിക്കണം. അപ്പൊ ഞാൻ എടുത്തില്ല. നാളെ സ്കൂളിൽ, ഇന്നിപ്പോ സ്കൂളിൽ പോയി, നാളെ ലീവ്. അത് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച ഒരു ദിവസം സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച കർക്കിടവാവിന്റെ ലീവ്. കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ നേരമില്ല, ഫുള്ള് ലീവ് തന്നെ. മോന് പറഞ്ഞ പിന്നെ ലീവ് പറഞ്ഞ ഇഷ്ടാ.
കാരണം അവന് കുറെ ദൂരേക്ക് പോണ സ്കൂളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇഷ്ട ലീവാണെന്ന് പറഞ്ഞ. ഒരു ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴേ എന്താ പറയാ, കുറച്ച് ചെറുപഴം അധികം ഇട്ടു കേട്ടോ. എന്നിട്ട് അത് കുഴഞ്ഞ് ആകെ മൊരിയാണ്ട കൊളായി. അതിനുശേഷം പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇതിപ്പോ അതേപോലെ ആവുമോ. ഇങ്ങനത്തെ അപ്പൊക്കെ ഞാൻ ചെറുതാവുമ്പളേ, കുട്ടിയാവുമ്പളേ എന്റെ അമ്മമ്മ ചീരച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അന്ന് പറഞ്ഞ നല്ല ഇരുമ്പിന്റെ ചീരച്ചട്ടി ഉണ്ടാവുക അതില്. പിന്നെ വെറുതെ റേഷനരി അരച്ച് അതില് ഉള്ളിയും പച്ചമുളകൊക്കെ നുറുക്കിയിട്ടിട്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കലുണ്ട് അമ്മമ്മ. ഈ അപ്പം ഉണ്ടാക്കുമ്പോ എനിക്ക് അതാട്ടോ ഓർമ്മ വരുന്നത്. ഇന്ന് വെറും മഴയായിരുന്നു, ഇങ്ങനെ ചാറിയും കൊണ്ട് ഇങ്ങനെ നിക്ക, എവിടേക്കും പോവാൻ പറ്റാണ്ട്. ഞങ്ങൾ വിചാരിച്ചൊന്ന് അമ്പലത്തിലേക്കൊന്നും പോവാൻ പറ്റില്ലായിരിക്കും, അങ്ങനെയായിരുന്നു. എന്നാണെങ്കിൽ പതിവില്ലാത്ത തിരക്കുണ്ട് അമ്പലത്തില്. കർക്കിടക മാസം ആവുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ഭക്ഷണം കഴിക്കാച്ചിട്ട് വന്നിരിക്കാ തോന്നുന്നുണ്ട്. അടിയിൽ കുറച്ച് പിടിക്കുന്നു, എന്താ സംഭവം ആവും. അലുമിനിയം ചിന്തിക്ക് ഉണ്ടാവൂലേ. കനം കുറവോടെ ഉണ്ടാവും. അടിയിൽ പിടിക്കണം. ഒന്ന് മയങ്ങി കഴിഞ്ഞാൽ ശരിയാവും. ഏകദേശം ഒരു 6-7 അപ്പത്തിനുള്ളത് ഉണ്ടാവും. അപ്പൊക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു. ഇതിന് അപ്പം എന്ന് പറയാൻ പറ്റില്ല, കരിയപ്പം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, എണ്ണയിൽ ഇട്ടപ്പോഴേക്കും എന്താ കരിഞ്ഞു. എന്താ സംഭവം എന്നറിയില്ല. 2 അപ്പം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ നന്നിട്ട് ഓരോ കഷ്ണം കഴിച്ചു. അപ്പൊ അന്നേരം പറഞ്ഞ അതിന് മധുരം കമ്മിയാണ്, മധുരം ഇല്ല പറഞ്ഞു. ഇത് വീണ്ടും ലേശം മധുരമൊക്കെ ഇട്ടിട്ട് ഇളക്കി 2ാമത് ഉണ്ടാക്കി. എന്തായാലും ഇതിന് നല്ല അപ്പം എന്ന് പറയാൻ പറ്റില്ല, വെറും കരിയപ്പം. പിന്നെ ടേസ്റ്റ് ഉണ്ടോ അതേട്ടാ? രസമുണ്ട് കേട്ടോ കഴിക്കാൻ. ലുക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് 7:30-ക്ക്. അപ്പം അതെല്ലാവരും കാണുക. ഞങ്ങൾക്ക് സബ്സ്ക്രൈബർ കുറേ കമ്മിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ. ഇന്നിപ്പോൾ കാര്യമായിട്ട് വെപ്പും തീനും ചെറിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും വിശേഷങ്ങളെന്ന് പറയാനൊന്നും ഇല്ല. എപ്പോഴും വീട്ടിലിരിക്കുന്ന ആളല്ലേ ഞാൻ. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരും. അപ്പം ശരി.